ഇപ്പോൾ കേരളത്തിൻ്റെ വായ്പയും വരുമാനവും തമ്മിലുള്ള അനുപാതം നല്ല രീതിയിൽ വർദ്ധിക്കുന്നതായിട്ട് കാണാൻ നമുക്ക് സാധിക്കും. അതായത് വർധനമെന്ന് പറഞ്ഞാൽ കുറവ് ഉണ്ടാവുകയാണ്. ഇവിടെ ആരോഗ്യകരമായ പ്രവണതയുണ്ടാകുന്നു. 2020-21 38% ആയിരുന്നു ഈ അനുപാതം. എന്നാൽ 23-24 ആയപ്പോൾ 34% കുറഞ്ഞു. ഇനിയും അത് കുറയുമെന്നതാണ് നാം കാണേണ്ടത്. അപ്പോൾ വികസന വിരുദ്ധർ നടത്തുന്ന വെറുമൊരു പ്രചരണം മാത്രമാണ് നമ്മുടെ കടക്കണി എന്നത്. ഇവിടെ ഈ ഘട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ നമ്മുടെ കൂടെ ജീവിക്കുന്ന സഹോദരങ്ങൾക്ക് വീടൊരു സ്വപ്നമായി കൊണ്ടു നടന്നവർ, ആ പാവങ്ങൾക്ക് വീട് നൽകാനാണ് ലൈഫ് പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചത്. ഇപ്പോൾ 4.5 ലക്ഷത്തിലധികം വീടുകൾ പണി പൂർത്തിയായി. അവിടങ്ങളിൽ ആ വീടുകളിലെല്ലാം ആളുകൾ താമസിക്കുകയാണ്. വലിയ മാറ്റം അത്തരം ആളുകളിലെല്ലാം ഉണ്ടാവുകയാണ്. സ്വന്തമായ വീട്ടിൽ താമസിക്കുന്നു. ആ വീടിനെ ആരുടെയും മറ്റടയാളങ്ങളില്ല. ചില നിർദ്ദേശങ്ങൾ ഞങ്ങളുടെ മുന്നിൽ വന്നു. അതുകൊണ്ടാണ് അത് ആ രീതിയിൽ പറയുന്നത്. ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന ചെറിയൊരു പൈസയുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള വീടുകൾക്ക് അവിടെ ചില ലോഗോ വെക്കണമെന്നും ചിലരുടെ ഫോട്ടോ അവിടെ നൽകണമെന്നും എല്ലാമുള്ള ആവശ്യമുയർന്നു. ഞങ്ങൾ പറഞ്ഞു അത് സാധിക്കില്ല. ഞങ്ങൾ ഇത്ര ലക്ഷം വീടുകൾ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ആ വീടുകൾ അവരുടെ വീടാണ്. ആരാണോ അവിടെ താമസിക്കുന്നത് അവരുടെ വീടാണ്. അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു നടപടിക്കും ഞങ്ങൾ കൂട്ടുനിൽക്കില്ല. അത് സ്വന്തം വീടായി അവർക്ക് ചെന്ന് കയറാൻ പറ്റണം. ചെന്ന് കയറുമ്പോൾ വേറൊരാൾ നൽകിയതാണ് എന്ന് തോന്നുന്ന ഒരു അടയാളവും അവിടെ ഉണ്ടാകാൻ പറ്റില്ല. ആ നിലപാട് തന്നെ ഞങ്ങൾ തുറന്നു സ്വീകരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ പാലക്കാട് വെച്ച് പട്ടയ വിതരണത്തിൻ്റെ ഒരു യോഗം നടക്കുകയുണ്ടായി. അതിൽ ഇപ്പോൾ നാം എത്തിച്ചേർന്നത് 4 ലക്ഷത്തിലധികം പട്ടയം LDF സർക്കാർ നൽകി എന്നുള്ളതാണ്. കേരളത്തിൽ ഭൂമിയുടെ അവകാശം അവരവർക്ക് ലഭിക്കുക എന്നുള്ളത് ഈ ലക്ഷക്കണക്കിന് ആളുകൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമായിരുന്നു. വലിയ പുരോഗതിയാണ് LDF സർക്കാരിന് ഈ കാര്യത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അതിൻ്റെ ഭാഗമായാണ് 4 ലക്ഷത്തിലധികം പട്ടയം വിതരണം ചെയ്യാൻ പറ്റിയത്. ഇനി ബാക്കിയുള്ളത് അതിവേഗത്തിൽ വിതരണം ചെയ്യാനാണ് നടപടികളെടുക്കുന്നത്. ലൈഫിൻ്റെ ഭാഗമായി ബാക്കിയുള്ള വീടുകളും വേഗം തന്നെ പൂർത്തിയാക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. നമ്മുടെ കേരളം രാജ്യത്ത് ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞൊരു സംസ്ഥാനമാണ്. ഇന്ത്യ രാജ്യം ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ളൊരു രാജ്യമാണ്. ലോകരാഷ്ട്രങ്ങളൊരു പട്ടിക തയ്യാറാക്കിയപ്പോൾ നമ്മൾ 105-ാം സ്ഥാനത്താണ്. ആ 105-ാം സ്ഥാനത്തുള്ള നമ്മുടെ രാജ്യത്ത് നാം കാണേണ്ടത് നമ്മുടെ പുറകിൽ പിന്നെ വളരെ കുറച്ച് രാഷ്ട്രങ്ങളേ ഉള്ളൂ. നമ്മുടെ തൊട്ടുകിടക്കുന്ന അയൽ രാഷ്ട്രങ്ങൾ ഒന്നുപോലും നമ്മുടെ പുറകിലില്ല. എല്ലാം നമ്മുടെ വളരെ മേലെയാണ്. എന്താ കാരണം? ഇവിടെ ദരിദ്രർ പെരുകുന്നു. ആ കുടുംബങ്ങളുടെ ദാരിദ്ര്യവും പെരുകുന്നു. ദരിദ്രരുടെ എണ്ണം വർദ്ധിക്കുന്നു. കുടുംബങ്ങളിലെ ദരിദ്രാവസ്ഥക്കും ആക്കം കൂടുന്നു. ഇതാണ് രാജ്യത്തെ അവസ്ഥ. എന്തുകൊണ്ടാണത്? അതിസമ്പന്നരെ കൂടുതൽ സമ്പന്നരാക്കുന്ന
നയം കൊണ്ട്. ആഗോളവൽക്കരണ നയത്തിൻ്റെ ഭാഗമായുള്ള നവ ഉദാരവൽക്കരണ നയം, അതിൻ്റെ ഭാഗമായുള്ള നയങ്ങൾ അടിച്ചേൽപ്പിക്കുമ്പോൾ പാവപ്പെട്ടവർ കൂടുതൽ പാപ്പരീകരിക്കുന്നു, അതിസമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്നു. നമ്മളതിൽ നിന്ന് വ്യത്യസ്തമായൊരു നയം, ഒരു ബദൽ നയം കേരളത്തിൽ നടപ്പാക്കുന്നു. ആ ബദൽ നയത്തിൻ്റെ ഭാഗമായി നല്ല മാറ്റം, ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യമുള്ള നാട് എന്ന അവസ്ഥ കേരളത്തിൽ നേടാൻ കഴിഞ്ഞിരിക്കുന്നു. വിലക്കയറ്റം ഏറ്റവും കുറഞ്ഞ നാട് കേരളം എന്ന് ഇന്ത്യ ഗവൺമെൻറ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. എന്തുകൊണ്ടാണിത്? പൊതുവിതരണ രംഗം നാം ആ രീതിയിൽ ശക്തിപ്പെടുത്തിയിരിക്കുന്നു. വേറൊന്ന് വരാൻ പോകുന്നു. അതിദരിദ്ര വിഭാഗത്തിൽ കേരളത്തിൽ 0.7% ആ ആളുകളെ പൂർണ്ണമായി അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കണം എന്ന് LDF തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായുള്ള നടപടികളിലേക്ക് സർക്കാർ കടന്നു. എന്താ സ്ഥിതി? ഇപ്പോൾ നല്ല പുരോഗതി അതിലുണ്ടായിരിക്കുന്നു. വരുന്ന നവംബർ 1 ഇന്ത്യ രാജ്യത്ത് കേരളമെന്ന ഏക സംസ്ഥാനം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി മാറി എന്ന പ്രഖ്യാപനം നടത്താൻ കഴിയുന്ന അവസ്ഥയിലേക്ക് നാം നീങ്ങുന്നു. ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വികസന വിരുദ്ധർ വലിയ തോതിലുള്ള എതിർപ്രചാരവേലകൾ, വലിയ നുണപ്രചാരവേലകൾ നാട്ടിലഴിച്ചുവിടുകയാണ്. നമ്മുടെ സാമ്പത്തിക രംഗത്ത് നമുക്ക് വരുന്ന പ്രയാസങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് അവർ മെനയുന്ന കഥ നമ്മുടെ പദ്ധതികളെല്ലാം തകർന്നുപോയി എന്നുള്ളതാണ്. നമ്മൾ പദ്ധതി കൃത്യമായിട്ടാണ് നടപ്പാക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ഒരു കണക്ക് മാത്രം ഞാൻ പറയാം. ഈ കഴിഞ്ഞ മാർച്ച് 31 സാമ്പത്തിക വർഷം അവസാനിച്ചത്. ആ സാമ്പത്തിക വർഷം 2024-25 സംസ്ഥാനത്തിൻ്റെ വാർഷിക അടങ്കൽ 30,370 കോടി രൂപയാണ്. നാട്ടിൽ നടക്കുന്ന പ്രചരണങ്ങൾ കണക്കാക്കിയാൽ ഈ 30,000 കോടിയിൽ ഒരു 15,000 കോടിയൊക്കെ പദ്ധതി നടപ്പാക്കാനിടയുള്ളൂ എന്നല്ലേ ചിന്തിക്കുക? എത്രയാണ് നടപ്പായതെന്നറിയോ? 29,224 കോടി 23 ലക്ഷം രൂപ. ശതമാനമെടുത്താൽ 96.23%. ഇതാണ് നമ്മുടെ നാട്. പദ്ധതികൾ കൃത്യമായി നടപ്പാക്കുകയാണ്.